Hi everybody, SSLC, subject English. So today in this class we are going to discuss an interview. അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു വെച്ച ചാപ്റ്ററിൽ, അതായത് എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ബബ്ലുവിന്, അതായത് ദ റിയൽ ലൈഫ് ക്യാരക്ടറായിട്ടുള്ള അരുണാചലം മുരുകാനന്ദം, അദ്ദേഹത്തിൻ്റെ ഈ ഒരു റിസർച്ച് കാരണം എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് തൻ്റെ ലൈഫിലുണ്ടായി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി. അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി അല്ല, പിന്നീട് അങ്ങോട്ടേക്ക് അദ്ദേഹം സക്സസ് ആയി. ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയമായി, അദ്ദേഹത്തിന് അച്ചീവ്മെൻറ്റ് നേടാനായിട്ട് സാധിച്ചു. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് അച്ചീവ്മെൻറ്റ് നേടാനായിട്ട് സാധിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ കൂടി ഇതിൻ്റെ കൂടെ, ഈ ഒരു ചാപ്റ്ററിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ് ഇൻ്റർവ്യൂ. അതായത് അരുണാചലം മുരുകാനന്ദവുമായി ഉള്ള ഒരു ഇൻ്റർവ്യൂ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു ഇൻ്റർവ്യൂ കൂടി നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ഇൻ്റർവ്യൂ. Okay students, now let's discuss the interview with Padma Shri Arunachalam Muruganandam, the bad man of India. See the first question. ഒന്നാമത്തെ ചോദ്യം, ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഗുഡ് മോർണിംഗ് മിസ്റ്റർ മുരുകാനന്ദം, ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു ടു മീറ്റ് ആൻഡ് ടോക്ക് ടു അസ്. അതായത് നിങ്ങളെ കണ്ട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം എന്നുള്ള മീനിങ്ങിൽ പറയുകയാണ്. വി നോ ദാറ്റ് യു ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ദി മാനുഫാക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഎക്സ്പെൻസീവ് സാനിറ്ററി നാപ്കിൻസ് ഫോർ എ ക്വാർട്ടർ ഓഫ് സെഞ്ച്വറി. ഈ ക്വാർട്ടർ ഓഫ് സെഞ്ച്വറി എന്ന് പറയുന്നത് 25 വർഷം അല്ലേ. അപ്പോൾ കഴിഞ്ഞ 25 വർഷമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഇൻഎക്സ്പെൻസീവ് സാനിറ്ററി നാപ്കിൻസ്, അതിൻ്റെ മാനുഫാക്ചർ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, ഈ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൗ വി വുഡ് ലൈക്ക് ടു ലേൺ അബൌട്ട് യുവർ ഏർലി ഡേയ്സ്. ഇപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ മുൻപുള്ള ലൈഫിനെ കുറിച്ച് അറിയണമെന്നുണ്ട്. ഡിഡ് എനി വൺ ഇൻസ്പയർ യു ടു വർക്ക് ഫോർ ദ ഗുഡ് ഓഫ് ദി കമ്മ്യൂണിറ്റി? അപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ള ആരെങ്കിലും അതല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുകയാണ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ലെറ്റ് മീ അറ്റ് ദി ഔട്ട്സെറ്റ് ടെൽ യു മൈ സ്റ്റോറി. അപ്പോൾ അത് അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ കഥ പറയാം. ആൻഡ് മൈ ഫാദർ വാസ് എ ഹാൻഡ്ലൂം വേവർ. സോ ഹാൻഡ്ലൂം വേവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, ഹാൻഡ്ലൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈത്തറിയാണ്, വേവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്ത്തുകാരനാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു നെയ്ത്തുകാരനായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഐ ഡ്രോപ്പ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ അറ്റ് 14. 14-ാമത്തെ വയസ്സിൽ സ്കൂൾ ജീവിതം ഉപേക്ഷിച്ചു. വെൻ ഹി പാസ്ഡ് എവേ ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി. തൻ്റെ പിതാവ് അപ്രതീക്ഷിതമായിട്ട് മരണപ്പെട്ട സമയത്താണ് അദ്ദേഹം 14-ാമത്തെ വയസ്സിൽ തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നത്. മൈ മദർ വർക്ക്ഡ് ഓൺ എ ഫാം. അപ്പോൾ എൻ്റെ അമ്മ വർക്ക് ചെയ്തിരുന്ന ഒരു ഫാമിലായിരുന്നു. ആൻഡ് ഷീ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് എൻഡ്സ് മീറ്റ്. ഇപ്പോൾ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു അവർ. ഷീ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് 2 ഡോട്ടേഴ്സ് ആൻഡ് എ സൺ, യു നോ. അപ്പോൾ അവർക്ക് 2 പെൺമക്കളെയും അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയെയും, അതായത് എന്നെ, ഞങ്ങൾ 3 പേരെയും നോക്കേണ്ടിയിരുന്നു. സോ ഷീ ഹാഡ് ഹോപ്ഡ് ഐ വുഡ് ബിക്കം ആൻ എൻജിനീയർ. അപ്പം അമ്മ വിചാരിച്ചിരുന്നു ഞാൻ വളർന്നു വലുതായി ഒരു എൻജിനീയറൊക്കെ ആവുമെന്നുള്ളത്. ഹവർ, എന്നിരുന്നാലും ഷീ കുഡൻറ്റ് അഫോർഡ് ടു സെൻഡ് മീ ടു കോളേജ്. കോളേജിലേക്കൊന്നും അയക്കാനുള്ള പൈസയൊന്നും അമ്മയുടെ കയ്യിലില്ലായിരുന്നു. ആൻഡ് ഐ ഹാഡ് ടു ടേക്ക് അപ്പ് എ ജോബ് ഇൻ എ വെൽഡിംഗ് വർക്ക്ഷോപ്പ്. അങ്ങനെ ഞാനൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ, ആദ്യമായി ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ജോലിക്ക് കയറി. ഈവൻ ആസ് എ യങ് ബോയ്. അപ്പോൾ ആ സമയത്ത് വളരെ ചെറിയ കുട്ടിയാണ്, എന്നാൽ പോലും ഒരു ജോലിക്ക്, വെൽഡിംഗ് ഷോപ്പിൽ ജോലിക്ക് കയറി. അറ്റ് 21 ഐ മാരീഡ്. 21-ാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചു. ഇറ്റ് വാസ് ദെൻ ഐ ഡിസ്കവേർഡ് ദാറ്റ് മൈ വൈഫ് ശാന്തി ഹാഡ് ടു യൂസ് ഓൾഡ് റാക്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്ലീൻ നാപ്കിൻസ് ഡ്യൂറിങ് ഹെർ മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്, തൻ്റെ ഭാര്യ മെൻസ്ട്രൽ സൈക്കിൾ ആ ഒരു ടൈം പീരീഡിൽ തൻ്റെ ഭാര്യ ഉപയോഗിക്കുന്നത് ഓൾഡ് റാക്സ് ആണ്, അതായത് പഴയ തുണികളാണ്. എന്തിന് പകരം, ക്ലീൻ നാപ്കിൻസിന് പകരം ഉപയോഗിക്കുന്നത് ഓൾഡ് റാക്സ് ആണ് എന്നുള്ളത് കണ്ടെത്തി. This made me think about the general state of women's health and hygiene. അപ്പോൾ ഇത് സ്ത്രീകളുടെ ആരോഗ്യം, അതുപോലെ തന്നെ ഹൈജീൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ചിന്തയെ കൊണ്ടുവന്നു. ആൻഡ് ദ നോളേജ് ട്രിഗേർഡ് മൈ റിസർച്ച് ഇൻ ടു ദ മാനുഫാക്ചർ ഓഫ് അഫോർഡബിൾ നാപ്കിൻസ്. ആ ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ആ ഒരു നോളേജാണ് എന്നെ ട്രിഗർ ചെയ്തത്, എന്നെ ഇൻസ്പയർ ചെയ്തത്.
എൻ്റെ ഈ ഒരു റിസർച്ചിലേക്ക് ഈ പറഞ്ഞ പോലെ അഫോർഡബിൾ ആയുള്ള നാപ്കിൻസ് അതല്ലെങ്കിൽ ഇൻഎക്സ്പെൻസീവ് ആയുള്ള നാപ്കിൻസ് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ള ആ ഒരു റിസർച്ചിലേക്ക് എന്നെ ലീഡ് ചെയ്തത് അല്ലെങ്കിൽ ട്രിഗർ ചെയ്തത് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തത് ഈ ഒരു ഇൻസിഡൻ്റ് ആണ് അല്ലെങ്കിൽ ഈ ഒരു ചിന്തയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. We see the next question. We understand that it took you years to find the right materials for your napkins. സോ നിങ്ങളുടെ നാപ്കിൻസിന് അതിൻ്റെ റൈറ്റ് മെറ്റീരിയൽസ് കണ്ടെത്തുക എന്നുള്ളതൊരു ഒരുപാട് വർഷങ്ങൾ അതിന് നിങ്ങൾക്ക് ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ എന്നുള്ള രീതിയിൽ പറയുകയാണ്. കുഡ് യു ടെൽ അസ് മോർ അബൌട്ട് ദാറ്റ് ഫേസ് ഓഫ് യുവർ റിസർച്ച്? ആ ഒരു സമയത്തെ ആ ഒരു ടൈമിലുള്ള നിങ്ങളുടെ റിസർച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മറുപടി പറയുകയാണ്, ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈ ഫാദർ വാസ് എ വേവർ, എൻ്റെ അച്ഛനൊരു നെയ്ത്തുകാരനായിരുന്നു. ദെർഫോർ ഐ വാസ് സംവാട്ട് ഫെമിലിയർ വിത്ത് കോട്ടൺ, അതുകൊണ്ട് തന്നെ കോട്ടൺ തുണി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എനിക്ക് പരിചിതമായിരുന്നു. ആൻഡ് മെയ്ഡ് യൂസ് ഓഫ് മെനി വെറൈറ്റീസ് ഓഫ് കോട്ടൺ, അതുപോലെ തന്നെ കോട്ടൻ്റെ മെനി വെറൈറ്റീസ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു. ആൾ മൈ ഇനീഷ്യൽ എക്സ്പെരിമെൻറ്റ്സ് ഫെയിൽഡ് മിസറബിളി, പക്ഷേ എൻ്റെ ആദ്യത്തെ എല്ലാ ഇനീഷ്യൽ എക്സ്പെരിമെൻറ്റുകളും ഫെയിലായിപ്പോയി. മോറോവർ, അതിന് പുറമെ ദ ടോപ്പിക് വാസ് ടാബു ഇൻ അവർ വില്ലേജ് അറ്റ് ദാറ്റ് ടൈം, അതായത് ഈ ഒരു ടോപ്പിക്ക് ഏത് ടോപ്പിക്ക് ഈ പറയുന്ന ഈ ഒരു മാനുഫാക്ചർ, അതായത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ആ ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി സ്ത്രീകളുടെ ഈ നാപ്കിൻസ് ഉണ്ടാക്കുന്ന സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കുന്ന ഈ ഒരു ചിന്ത അതല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരുടെ ടാബു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിലക്ക്, പ്രൊഹിബിഷൻ, ഭ്രഷ്ട് കൽപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, റെസ്ട്രിക്റ്റ് ചെയ്യുക ഇൻ അവർ വില്ലേജ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ആ ഒരു സമയത്ത് വില്ലേജിലെ ആൾക്കാരൊക്കെ ഇത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്ന ആളെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന മുരുകാനന്ദത്തിനെ ഒരു വേറെ രീതിയിലായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാനും അതുപോലെ തന്നെ അത് ആ ഒരു എക്സ്പെരിമെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ഇയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു തൻ്റെ വില്ലേജിൽ. ആൻഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് ലെഡ് ടു മൈ ഐസൊലേഷൻ വിത്തിൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് ഈവൻ മൈ ഫാമിലി. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല ഇയാളുടെ ഫാമിലിയിലും ഇയാൾ ഒറ്റപ്പെട്ടു. ഐസൊലേഷൻ എന്ന് വെച്ചാൽ ഒറ്റപ്പെടലാണ്. ബട്ട് ഐ ഡിഡൻറ്റ് ഗിവ് അപ്പ്, പക്ഷേ ഞാനതൊന്നും തളർന്നില്ല. ഞാൻ ഗിവ് അപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രേസൽ വെർബാണ്, ഉപേക്ഷിക്കുക എന്നാണ് ഫ്രേസൽ വെർബിൻ്റെ മീനിങ്. സോ ഐ ഡിഡൻറ്റ് ഗിവ് അപ്പ്, ദാറ്റ് മീൻസ് ഞാൻ ഉപേക്ഷിച്ചില്ല, എൻ്റെ ശ്രമം, എൻ്റെ എക്സ്പെരിമെൻറ്റ് ഞാൻ ഉപേക്ഷിച്ചില്ല. I tried to find out what type of cotton the popular brands were using for their napkins. So ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികൾ അല്ലെങ്കിൽ പോപ്പുലർ ബ്രാൻഡ്സ് അവർ എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് ഈ നാപ്കിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എങ്ങനത്തെ തരം കോട്ടണാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു ഞാൻ. It took me 2 years of trial and error to figure out it was pine wood pulp and not cotton. അങ്ങനെ അദ്ദേഹം കണ്ടെത്തി അത് പൈൻ വുഡ് പൾപ്പ് ആണ്, അല്ലാതെ കോട്ടൺ അല്ല എന്ന് അദ്ദേഹം കണ്ടെത്തി. അതിന് 2 വർഷം എടുത്തു എന്ന് അദ്ദേഹം പറയുകയാണ്. ദ സപ്ലയേഴ്സ് സെൻറ്റ് മീ സം സാമ്പിൾസ്, സപ്ലയേഴ്സ് കുറച്ച് സാമ്പിൾസൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഐ സ്പെൻഡ് സെവറൽ ഡേയ്സ് വണ്ടറിങ് ഹൗ ടു മേക്ക് സെല്ലുലോസ് ഫ്രം ഇറ്റ്. പിന്നീടുള്ള എൻ്റെ ഒരു പ്രശ്നം അതിൽ നിന്ന് എങ്ങനെ സെല്ലുലോസ് ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, മൈ പെറ്റ് ഡോഗ് ആക്സിഡൻ്റലി സ്ക്രാച്ച്ഡ് ദ സാമ്പിൾ കാർഡ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ പെറ്റ് ഡോഗ് ആ ഒരു സാമ്പിൾ കാർഡ്, സപ്ലയേഴ്സ് തന്ന സാമ്പിൾ കാർഡ് ആക്സിഡൻ്റലി അവിചാരിതമായി ഒന്ന് ചുരണ്ടി. ആൻഡ് ഐ കുഡ് സീ ദ സോഫ്റ്റ് കോട്ടണി മെറ്റീരിയൽ. ആ സമയത്താണ് ഞാൻ ഇന്ന് കണ്ടത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയൽ. ദിസ് ഗേവ് മീ ദ ഐഡിയ ഓഫ് ഡീഫൈബ്രേഷൻ. അപ്പോൾ ഈ ഒരു കാര്യമാണ് എനിക്ക് ഡീഫൈബ്രേഷൻ എന്നുള്ളൊരു ഐഡിയയിലേക്ക് എന്നെ എത്തിച്ചത് എന്ന് പറയുകയാണ്. ഈ ഡീഫൈബ്രേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് സംതിങ് ഡൗൺ ഇൻ ടു ഇറ്റ്സ് ഫൈബ്രസ് കമ്പോണൻസ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡീഫൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഐഡിയയിലേക്ക് ഇയാൾ എത്തി. ലേറ്റർ, നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്. ലേറ്റർ മിസ്റ്റർ മുരുകാനന്ദം, യു ഡിസ്കവേർഡ് ദാറ്റ് ദ റിയൽ നീഡ് വാസ് ഫോർ മോർ എഫിഷ്യൻറ്റ് മെഷീനറി. ഹൗ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്? അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ് മിസ്റ്റർ മുരുകാനന്ദം, യു ഡിസ്കവേർഡ് ദാറ്റ്, നിങ്ങൾ കണ്ടെത്തി എന്ത്? ദ റിയൽ നീഡ് വാസ്, ശരിക്കുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് മോർ എഫിഷ്യൻറ്റ് മെഷീനറി, അതായത് ഈ സാനിറ്ററി പാഡ് ഉണ്ടാക്കാനായിട്ടുള്ള മെഷീനറി, അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കണ്ടുപിടിച്ചു. ഹൗ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്? നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി? അദ്ദേഹം മറുപടി പറയുകയാണ്, ദ മെഷീൻസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് സാനിറ്ററി നാപ്കിൻസ് കോസ്റ്റ് ക്രോഴ്സ് അറ്റ് ദ ടൈം. അതായത് ഈ സാനിറ്ററി
നാപ്കിൻസ് ഉണ്ടാക്കുന്ന മെഷീൻസിന് ആ സമയത്ത് നല്ല വിലയുണ്ടായിരുന്നു, കോടികളുടെ വില ഉണ്ടായിരുന്നു. ഐ റിയലൈസ്ഡ് that women would get affordable napkins only if the machinery became less expensive. അങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞു ഈ മെഷീനറി അത് ലെസ് എക്സ്പെൻസീവ് ആയാൽ മാത്രമേ സ്ത്രീകൾക്ക് അഫോർഡബിൾ ആയുള്ള റേറ്റിൽ നാപ്കിൻസ് മേടിക്കാൻ പറ്റൂ എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. ഐ ദെൻ ബിഗാൻ ടു ഫോക്കസ് ഓൺ ഡിസൈനിങ് അഫോർഡബിൾ മെഷീൻസ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, സ്വയം ഞാൻ ഇത് ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. അഫോർഡബിൾ ആയിട്ടുള്ള മെഷീൻസ് ഡിസൈൻ ചെയ്ത് ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. അഗെയിൻ വീണ്ടും ബൈ ട്രയൽ ആൻഡ് എറർ, ഒരുപാട് പരീക്ഷണങ്ങളും എക്സ്പെരിമെൻറ്റുകളും കറക്ഷനും ഒക്കെ നടന്നു. ഐ സക്സീഡഡ് ഇൻ ഡിസൈനിങ് ആൻഡ് ബിൽഡിംഗ് റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് മെഷീൻസ്. അങ്ങനെ ഒടുക്കം ഇൻഎക്സ്പെൻസീവായിട്ടുള്ള മെഷീൻസ് ഡിസൈൻ ചെയ്തുണ്ടാക്കാൻ എനിക്ക് സാധിച്ചു. ദീസ് കുഡ് ബി ഓപ്പറേറ്റഡ് ബൈ പീപ്പിൾ വിത്തൗട്ട് മച്ച് ട്രെയിനിങ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ പ്രോപ്പർ ട്രെയിനിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. I designed 3 separate machines for the defibration, compression and sterilization of the material. അപ്പോൾ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഡീഫൈബ്രേഷൻ, അതുപോലെ തന്നെ കംപ്രഷൻ, അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അണുനാശം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതായത് ടു മേക്ക് ക്ലീൻ ആൻഡ് ജേം ഫ്രീ, ആ ഒരു സംഭവം. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 3 സെപ്പറേറ്റ് മെഷീൻസ് ഞാൻ ഡിസൈൻ ചെയ്തു എന്ന് അദ്ദേഹം പറയുകയാണ്. ദിസ് ടു ഈസ് ദ റിസൾട്ട് ഓഫ് ട്രയൽ ആൻഡ് എറർ, ദ ഓൺലി മെത്തേഡ് ഐ വുഡ് എവർ റെക്കമെൻഡ് ഫോർ ജെനുവിൻ ഇന്നോവേഷൻ. അപ്പോൾ ഇതിനൊക്കെ അതിൻ്റേതായ ടൈം എടുത്തിട്ടുണ്ട്, അതിൻ്റേതായ ട്രയൽ, അതിൻ്റേതായ കറക്ഷനൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ, ഓഫ് കോഴ്സ് മെനി MNCs would have made you handsome offers for your machines. Were you ever tempted to take any of these offers? അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഈ MNCs എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷനാണ്. അപ്പോൾ ഒരുപാട് MNCs നിങ്ങൾക്ക് ഓഫേഴ്സ് തന്നിട്ടുണ്ട്. ഈ ഒരു മെഷീനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ വെർ യു എവർ ടെംപ്റ്റഡ് ടു ടേക്ക് എനി ഓഫ് ദീസ് ഓഫേഴ്സ്? എന്തുകൊണ്ടാണ് നിങ്ങൾ അവരുടെ ഓഫേഴ്സ് ഒന്നും എടുക്കാത്തത്? അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രലോഭനത്തിൽ, ടെംപ്റ്റേഷൻ എന്നൊക്കെ വെച്ചാൽ പ്രലോഭനമാണ്, നിങ്ങൾ എന്തുകൊണ്ട് ടെംപ്റ്റഡ് ആയില്ല, അതിൽ പ്രലോഭിപ്പിക്കപ്പെട്ട് എന്തുകൊണ്ട് അവരുടെ ഓഫേഴ്സ് നിങ്ങൾ സ്വീകരിച്ചില്ല എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ മറുപടി പറയുകയാണ്, ഇറ്റ് ടുക്ക് മീ 13 years ടു ഗെറ്റ് എ പേറ്റൻറ്റ് ഫോർ മൈ ഇൻവെൻഷൻ. അപ്പോൾ എൻ്റെ ഇൻവെൻഷന്, എൻ്റെ ഈ കണ്ടുപിടുത്തത്തിന് പേറ്റൻറ്റ് കിട്ടാൻ 13 വർഷം എടുത്തു എന്ന് അദ്ദേഹം പറയുകയാണ്. പേറ്റൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ലീഗൽ റൈറ്റ് ടു ആൻ ഇൻവെൻഷൻ, ഒരു കണ്ടുപിടുത്തത്തിന് കിട്ടുന്ന ഒരു ലീഗൽ റൈറ്റിനെയാണ് നമ്മൾ പേറ്റൻ്റ് എന്ന് പറയുക. അപ്പോൾ അത് കിട്ടാൻ 13 വർഷം എടുത്തു എന്ന് അദ്ദേഹം പറയുകയാണ്. വെൻ ഐ ഗോട്ട് ദി പേറ്റൻറ്റ്, എനിക്ക് പേറ്റൻറ്റ് കിട്ടിയപ്പോൾ ഐ പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ, ഞാനത് പബ്ലിക്കിൽ വെക്കുകയാണ് ചെയ്തത്. ഫോർ എനി വൺ ഹു വാണ്ടഡ് ടു യൂസ് ഇറ്റ്, ആർക്കും അത് ഉപയോഗിക്കാം. ഐ സെൽ മൈ മെഷീൻസ് അറ്റ് ദി സബ്സിഡൈസ്ഡ് പ്രൈസ് ടു വിമൻസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. ഞാൻ എൻ്റെ മെഷീൻസ് ആർക്ക് കൊടുത്തു? സ്ത്രീകൾക്ക് കൊടുത്തു. അതായത് കുറഞ്ഞ വിലയിൽ, തുച്ഛമായ വിലയിൽ, അവർക്കത് അഫോർഡബിളായ റേറ്റിൽ കിട്ടിക്കോട്ടെ, ഇൻഎക്സ്പെൻസീവായിട്ടുള്ള സാനിറ്ററി നാപ്കിൻസ് അവർക്ക് സാധ്യമാവട്ടെ എന്നുള്ള രീതിയിൽ അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. മൈ പ്രോഫിറ്റ് മാർജിൻ ഈസ് ബേസ്ഡ് ഓൺ നീഡ് നോട്ട് ഗ്രീഡ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ നീഡ്, അല്ലാതെ ഗ്രീഡ് അല്ല എന്ന് പറയുകയാണ്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം, ഗ്രീഡ് എന്ന് പറഞ്ഞാലോ അത് അത്യാർത്തിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അത്യാർത്തിയല്ല, അത് എന്താണ്? മൈ പ്രോഫിറ്റ് മാർജിൻ ഈസ് ബേസ്ഡ് ഓൺ നീഡ്, അതായത് എന്താണോ നീഡ് അതിനനുസരിച്ചിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നതും അതിൻ്റെ പ്രോഫിറ്റും ആ രീതിയിൽ തന്നെയായിരുന്നു, അല്ലാതെ അത് ഒരിക്കലും ഒരു ഗ്രീഡ് എന്നുള്ള രീതിയിലായിരുന്നില്ല, അത്യാർത്തി എന്നുള്ള രീതിയിലായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഐ ബിലീവ് ദാറ്റ് ദ സക്സസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് ലൈസ് നോട്ട് ഇൻ മേക്കിംഗ് മണി. അദ്ദേഹം പറയുകയാണ്, ഒരു സംരംഭത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, നോട്ട് ഇൻ മേക്കിംഗ് മണി, എത്രത്തോളം പൈസ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതിലല്ല, ബട്ട് ഇൻ അലോവിങ് അതേഴ്സ് ടു ബെനിഫിറ്റ്, അത് മറ്റുള്ളവർക്ക് എത്രത്തോളം മെച്ചപ്പെടുന്നു, ഏതൊക്കെ രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതിലാണ് ഒരു സംരംഭത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. സി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, സർ, വൈ ഡു യു പ്രൊമോട്ട് വിമൻ ആൻഡ് വിമൻസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് സോ മച്ച്? അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്തത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്തത് എന്തിനാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മറുപടി പറയുകയാണ്, ഗാന്ധിജി സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ് വിമൻ കുഡ് ട്രാൻസ്ഫോം ഇന്ത്യ. അപ്പോൾ അദ്ദേഹം ഗാന്ധിയെ പരാമർശിക്കുന്നുണ്ട്. ഗാന്ധിജി സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ്, ഗാന്ധിജി സ്ട്രോങ്ലി അദ്ദേഹം വിശ്വസിച്ചിരുന്നു സ്ത്രീകൾക്ക് ഈ ഇന്ത്യയെ മാറ്റിമറിക്കാനായിട്ട് പറ്റും എന്നുള്ളത്.
ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. ഐ ഫോളോ ഗാന്ധിജീസ് വിസ്ഡം ആൻഡ് ഹിസ് പാത്ത്. ഞാൻ ഗാന്ധിയുടെ വിസ്ഡം ആൻഡ് പാത്ത്, അദ്ദേഹത്തിൻ്റെ വഴിയും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുമൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ നോളേജുമൊക്കെയാണ് ഞാൻ പിന്തുടരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. മൈ വിഷൻ ഈസ് ടു ജനറേറ്റ് 1 million ജോബ്സ് ഫോർ വിമൻ ഇൻ ഇന്ത്യ ആൻഡ് ടു പ്രൊമോട്ട് 100% ഹൈജീൻ ഇൻ ഹൗസ് ഹോൾഡ്. അപ്പോൾ എൻ്റെ വിഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 million ജോബ്സ്, ടു ജനറേറ്റ് 1 million ജോബ്സ് ഫോർ വിമൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള സ്ത്രീകൾക്ക് 1 million ജോബ്സ് ഓഫർ ചെയ്യാം, 1 million ജോബ്സ് ഫോർ വിമൻ ഇൻ ഇന്ത്യ ആൻഡ് ടു പ്രൊമോട്ട് 100% ഹൈജീൻ ഇൻ ഹൗസ് ഹോൾഡ്. അപ്പോൾ ചുരുക്കി പറയുന്നുണ്ടെങ്കിൽ ഹൈജീനും അതുപോലെ തന്നെ ജോബും ഒക്കെ സ്ത്രീകൾക്ക് ഓഫർ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിഷൻ. ഹൗ ക്യാൻ ഐ ബെസ്റ്റ് ഡു ദാറ്റ്? എനിക്കതെങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും? ഐ യൂസ് ദ പവർ ഓഫ് വിമൻ ടു എംപവർ വിമൻ. സ്ത്രീകളെ എംപവർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, സ്ത്രീകളെ ശക്തരാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ത്രീകളെ തന്നെ സെലക്ട് ചെയ്തു എന്ന് പറയുകയാണ്. ഐ യൂസ് ദ പവർ ഓഫ് വിമൻ. സ്ത്രീകളുടെ പവർ തന്നെ ഞാൻ ഉപയോഗിച്ചു. എന്തിന്? ടു എംപവർ വിമൻ, സ്ത്രീകളെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ മൈ മിഷൻ, എൻ്റെ മിഷനിൽ 3 elements ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസ്. അപ്പോൾ എൻ്റെ മിഷനിൽ 3 എലമെൻറ്റുകൾ ഉണ്ടായിരുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എലമെൻറ്റ്സുകൾ ഉണ്ടായിരുന്നത് അദ്ദേഹം പറയുകയാണ്. എന്തൊക്കെയാണ്? 1 അവെയർനെസ്, അവെയർനെസ് ബോധവൽക്കരണം. 2 അവൈലബിലിറ്റി, ലഭ്യമാക്കൽ. 3 അഫോർഡബിലിറ്റി, നേരത്തെ പറഞ്ഞ പോലെ ഇൻഎക്സ്പെൻസീവ്, അതായത് തുച്ഛമായ വിലയിൽ ലഭ്യമാക്കുക, അഫോർഡബിലിറ്റി. വിമൻ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് വിമൻ. സ്ത്രീകളുമായിട്ട് വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു സാനിറ്ററി നാപ്കിൻ, ഈ ഒരു കാര്യത്തിലൊക്കെ ഒരു പുരുഷന് ചെയ്യാൻ പറ്റുന്നതിനേക്കാളേറെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് ആശയങ്ങൾ കൺവേ ചെയ്യാൻ സ്ത്രീകൾക്ക് പറ്റും എന്ന് അദ്ദേഹം പറയുകയാണ്. ആൻഡ് ക്രിയേറ്റ് അവെയർനെസ് ഓൺ ദ മെൻസ്ട്രൽ ഹൈജീൻ. ഈ പറഞ്ഞ പോലെ മെൻസ്ട്രൽ ഹൈജീൻ, വൃത്തി, ഈ മെൻസ്ട്രൽ സൈക്കിൾ, ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ചെയ്യേണ്ട ഹൈജീൻ, അതിൻ്റെ അവെയർനെസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാൻ, ആശയങ്ങൾ കൺവേ ചെയ്യാൻ, സ്ത്രീകളോട് ആശയങ്ങൾ കൺവേ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സ്ത്രീകൾ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സ്ത്രീകളെ തന്നെ സെലക്ട് ചെയ്തത്. Next question, you have said that you prefer to use the word detail rather than retail. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തത് റീറ്റെയിലിന് പകരം. വെൻ യു മെൻഷൻ യുവർ പ്രൊഡക്റ്റ്, അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ മെൻഷൻ ചെയ്ത സമയത്ത് ഡീറ്റെയിൽ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തത്. എന്തിന് പകരം? റീറ്റെയിൽ എന്നുള്ള വേർഡിന് പകരം. കുഡ് യു എക്സ്പ്ലെയിൻ വാട്ട് യു മീൻ ബൈ ദിസ്? നിങ്ങളിതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിന് ആൻസർ പറയുകയാണ്. മോർ ദാൻ ടേൺ ഓവർ ഐ ഫോക്കസ് ഓൺ ഇമ്പാക്റ്റ്. അപ്പോൾ അദ്ദേഹം പറയാൻ ടേൺ ഓവറിനേക്കാളേറെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇമ്പാക്റ്റിലാണ്. അപ്പോൾ എൻ്റെ ഒരു സംരംഭം അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡിയ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിലാണ് ഞാൻ വിശ്വസിക്കുന്നത് കൂടുതലും. സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് ഷുഡ് ബി ഇമ്പാക്റ്റ് ബേസ്ഡ്. പ്രത്യേകിച്ചും ഒരു സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഇമ്പാക്റ്റ് ബേസ്ഡ് ആയിരിക്കണം എന്ന് അദ്ദേഹം പറയുകയാണ്. സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു ഗുഡ് ഇമ്പാക്റ്റ് അതുകൊണ്ട് ഉണ്ടായിരിക്കണം. ഐ ആസ്ക് ദ വിമൻസ് കളക്റ്റീവ്സ് to personally talk to every woman customer in detail about hygiene. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സ്ത്രീകളോടും എന്ത് ചെയ്യും? ഐ ആസ്ക് ദ വിമൻസ് കളക്റ്റീവ്സ് ടു പേഴ്സണലി ടോക്ക്. വിമൻസ് കളക്റ്റീവ്സിനോട് പേഴ്സണലി ഈ വരുന്ന വുമൺ കസ്റ്റമേഴ്സിനുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും. അവരോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ, ഇതിനെക്കുറിച്ച്, ഹൈജീനിനെ കുറിച്ചും ഇതിൻ്റെ ഈ ഒരു അവെയർനെസ് എന്നുള്ള രീതിയിൽ ഈ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവെയർനെസ്സൊക്കെ സ്ത്രീകൾ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുമായിരുന്നു വുമൺ കസ്റ്റമേഴ്സിന് എന്ന് പറയുകയാണ്. അവർ എയിം ഈസ് നോട്ട് ടു ഇൻക്രീസ് സെയിൽസ്. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതല്ല, ബട്ട് ടു ഇൻക്രീസ് അവെയർനെസ്, ബോധവൽക്കരണം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. വി ഹാവ് ക്രിയേറ്റഡ് 1,363 ലോക്കൽ ബ്രാൻഡ്സ് ആൻഡ് ഏൺഡ് $750 million in revenue so far. ഡീറ്റെയിലിംഗ് ഇൻഫോർമേഷൻ ആൻഡ് ക്രിയേറ്റിംഗ് അവെയർനെസ് ഈസ് എ ടഫ് തിങ് ടു ഡു. അദ്ദേഹം പറയുകയാണ് ഈ ഒരു ഡീറ്റെയിലിംഗ് ഇൻഫോർമേഷൻ അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് അവെയർനെസ് എന്ന് പറയുന്നത് ഒരു ടഫായിട്ടുള്ളൊരു ജോബ് തന്നെയായിരുന്നു. ഐ ബോട്ട് ടു ഓൾ ടീച്ചേഴ്സ് ആസ് ദേ സ്പെൻഡ് ദെയർ ഹോൾ ലൈഫ്സ് ഡീറ്റെയിലിംഗ് തിങ്സ് ടു പീപ്പിൾസ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ എല്ലാ അധ്യാപകരെയും നമിക്കുന്നു, എല്ലാ അധ്യാപകരുടെയും മുമ്പിൽ ശിരസ് നമിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഞാൻ വണങ്ങുന്നു, അല്ലെങ്കിൽ അവരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം എന്താ? ആസ് ദേ സ്പെൻഡ് ദെയർ ഹോൾ ലൈഫ്സ്, അവരവരുടെ ജീവിതം മൊത്തവും ഈ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ടാണ്, കുട്ടികളെ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് ഡീറ്റെയിലിംഗ് പറഞ്ഞു കൊടുക്കുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ടീച്ചർ എങ്ങനെയാണോ ഡീറ്റെയിലിംഗ് നടത്തുന്നത്, എങ്ങനെയാണോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്, ആ രീതിയിലായിരുന്നു
പിന്നെ ഞങ്ങളുടെ ആൾക്കാർ ഈ വുമൺ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഡീറ്റെയിലിംഗ് നടത്തിയിരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. സോ അതുകൊണ്ട് റീറ്റെയിൽ എന്നുള്ള വാക്കല്ല, ഡീറ്റെയിൽ എന്നുള്ള വാക്കിനെ തന്നെയായിരുന്നു അദ്ദേഹം എംഫസൈസ് കൊടുത്തിരുന്നത്. The next question, did you ever get any support from policy makers or government agencies for your project, sir? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പോളിസി മേക്കേഴ്സിൻ്റെ അടുത്തു നിന്നോ ഗവൺമെൻറ് ഏജൻസീസിൻ്റെ അടുത്തു നിന്നൊക്കെ ഈ ഒരു പ്രൊജക്റ്റിന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ക്യാൻ യു ടെൽ അസ് ഹൗ ദ ഗവൺമെൻറ് സപ്പോർട്ടഡ് യുവർ എഫേർട്സ്? ഗവൺമെൻറ് എങ്ങനെയാണ് നിങ്ങളുടെ എഫേർട്സിനെ സപ്പോർട്ട് ചെയ്തെന്നുള്ളതൊന്ന് പറയാമോ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, IIT മദ്രാസ് honored me with the National Innovation Foundation's ഗ്രാസ് റൂട്ട്സ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് അവാർഡ്. അപ്പോൾ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ കാര്യം പറയുകയാണ്. ദെൻ ഐ റിസീവ്ഡ് ദ അവാർഡ് ഫ്രം പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. പിന്നീട് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ അടുത്ത് നിന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെലക്റ്റഡ് മീ ഫോർ ദി പത്മശ്രീ അവാർഡ് ഇൻ 2016. 2016 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പത്മശ്രീ അവാർഡ് തന്നെ ആദരിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ്. ദെൻ ദ ഇന്ത്യൻ പാർലമെൻറ്റ് ഡിസ്കസ്ഡ് ദ ഇഷ്യൂ ഓഫ് വിമൻ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അറ്റ് ഗ്രേറ്റ് ലെങ്ത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിലൊക്കെ ഈ ഒരു ഡിസ്കഷൻ വന്നു എന്ന് പറയുകയാണ്. ദ ഇഷ്യൂ ഓഫ് വിമൻ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ചയൊക്കെ വന്നു. അതുപോലെ തന്നെ ആൻഡ് ദ ഗവൺമെൻറ് വേവ്ഡ് GST ഓൺ സാനിറ്ററി നാപ്കിൻസ്. ഈ വേവ്ഡ് ദാറ്റ് മീൻസ് ഒഴിവാക്കുക, അതായത് ഈ സാനിറ്ററി നാപ്കിൻസിലൊക്കെ ഏർപ്പെടുത്തിയിരുന്ന GST ഒക്കെ ഗവൺമെൻറ് ഒഴിവാക്കി. അപ്പോൾ അതൊക്കെ ആ ഒരു രീതിയിലൊരു ചർച്ച കൊണ്ടുവരാൻ തനിക്ക് സാധിച്ചു. അതൊക്കെ തനിക്ക് കിട്ടുന്ന സപ്പോർട്ട് തന്നെയാണെന്ന് അദ്ദേഹം പറയുകയാണ്. ബട്ട് വാട്ട് ഐ കൺസിഡർ, പക്ഷേ അതിനേക്കാൾ ഏറെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ആൾ ഈസ് ദാറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് മൈ ഫാമിലി കെയിം ബാക്ക് ടു മീ. എൻ്റെ ഫാമിലി എൻ്റെ അടുത്തേക്ക് തിരികെ വന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ റിസർച്ച് ചെയ്ത സമയത്ത് വിട്ടുപോയിരുന്ന ഫാമിലി അവർ പിന്നീട് ഇയാളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. സോ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം ആ കാര്യത്തിലുണ്ട് എന്നുള്ളത് ഈ വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ബട്ട് വാട്ട് ഐ കൺസിഡർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ആൾ ഈസ് ദാറ്റ് മൈ ഫാമിലി കെയിം ബാക്ക് ടു മീ. എന്നെ മനസ്സിലാക്കി എൻ്റെ ഫാമിലി തിരികെ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. Then the next question, what message do you have specifically for the young innovators and social entrepreneurs of our nation? അപ്പോൾ നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക്, പ്രത്യേകിച്ചും സോഷ്യൽ എൻ്റർപ്രണേഴ്സിനൊക്കെ നൽകാനുള്ളതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു ദ സ്റ്റുഡൻസ്? അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ എന്ത് അഡ്വൈസാണ് താങ്കൾക്ക് നൽകാനുള്ളത്? അദ്ദേഹം മറുപടി പറയുന്നു, എഡ്യൂക്കേഷൻ എംപവേഴ്സ് അസ്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം നമുക്ക് വേണം. വിദ്യാഭ്യാസം നമ്മളെ കൂടുതൽ ശക്തരാക്കും. എംപവേഴ്സ് അസ്. വി മസ്റ്റ് ഹവെവർ ഓൾവേസ് ബിയർ ഇൻ മൈൻഡ് ദാറ്റ്. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വി ഡു നോട്ട് നീഡ് ടു ബെഗ് ഫോർ എ ജോബ് ആഫ്റ്റർ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് വേണ്ടി ഒരാളുടെ മുമ്പിൽ അപേക്ഷിക്കരുത്. അങ്ങനത്തെ സ്ഥിതി ഉണ്ടാവരുത്. ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻസ് ടു സോഷ്യൽ പ്രോബ്ലംസ്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക, നിങ്ങളുടെ നോളേജ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ വെച്ചാണ്ട്. ആൻഡ് ക്രിയേറ്റ് ജോബ്സ് ഫോർ യുവർ സെൽഫ്സ് ആൻഡ് അതേഴ്സ്. അതായത് സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസ് മാറ്റുന്ന രീതിയിൽ നിങ്ങൾ സ്വയം ഒരു ജോലി കണ്ടെത്തുക, നിങ്ങളൊരു ജോലി ക്രിയേറ്റ് ചെയ്യുക എന്നെപ്പോലെ എന്ന് അദ്ദേഹം പറയുകയാണ്. യു നീഡ് എഡ്യൂക്കേഷൻ ആൻഡ് നോളേജ് ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ്. അപ്പോൾ ആ സോഷ്യൽ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് വേണം? എഡ്യൂക്കേഷൻ വേണം, നിങ്ങൾക്ക് നോളേജ് വേണം. ആൻഡ് കൺവേർട്ട് എവറി പ്രോബ്ലം ഇൻ ടു ആൻ ഓപ്പർച്യൂണിറ്റി. എല്ലാ പ്രശ്നങ്ങളെയും ഓരോ അവസരങ്ങളായിട്ട് കാണുക. കം ഔട്ട് വിത്ത് എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുക. ആൻ ഇൻവെൻഷൻ, ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തിച്ചേരുക. ആൻ ഇന്നൊവേഷൻ, ഒരു പുതിയൊരു മാറ്റം, ഒരു ചേഞ്ചിലേക്ക് വരിക. ആൻ എൻ്റർപ്രൈസ്, ഒരു സംരംഭം തുടങ്ങുക എന്ന് അദ്ദേഹം പറയുകയാണ്. ബിക്കം സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആൻഡ് സോഷ്യൽ എൻ്റർപ്രണേഴ്സ്. ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആവുക. ബിക്കം സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ്. എല്ലാവരോടുള്ളൊരു അഡ്വൈസാണത്, സ്റ്റുഡൻസിനോടും അതുപോലെ തന്നെ ജനതയോടൊക്കെ ഒരു അഡ്വൈസാണ്. നിങ്ങൾ എന്താവുക? ഒരു സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആവുക. ആൻഡ് സോഷ്യൽ എൻ്റർപ്രണേഴ്സ് ആവുക. ഒരു സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ, ഉതകുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങുക എന്ന് അദ്ദേഹം പറയുകയാണ്. ട്രാൻസ്ഫോം ദ വേൾഡ്. അങ്ങനെ ഈ ലോകത്തിനെ തന്നെ മാറ്റിമറിക്കുക, നല്ല രീതിയിൽ ചേഞ്ചസ് വരുത്തുക എന്ന് അദ്ദേഹം പറയുകയാണ്. സി ദ ലാസ്റ്റ്, അതൊരു ക്വസ്റ്റൻ അല്ല, ഒരു നന്ദി വാക്ക് പറഞ്ഞുകൊണ്ട് ആ ഇൻ്റർവ്യൂ അവസാനിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് സർ. വി ആർ ഷുവർ യുവർ ലൈഫ് ആൻഡ് യുവർ വേർഡ്സ് ഓഫ് വിസ്ഡം വിൽ ഇൻഡീഡ് ബി ആൻ ഇൻസ്പിറേഷൻ ഫോർ ജനറേഷൻസ് ടു കം. വരുന്ന തലമുറയ്ക്ക് താങ്കളുടെ വാക്കുകളും അറിവും എല്ലാം ഒരു പ്രചോദനമാകും എന്നൊരു ഉറപ്പാണ്. താങ്ക് യു സർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇൻ്റർവ്യൂ അവിടെ അവസാനിക്കുന്നു. So students, hope you understood by all. Thank you.